ബഗ്ദാദിന്റെ തെരുവോരങ്ങളിൽ ബഹുമാനപ്പെട്ട ഒരു മുസാഫിർ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഒരു യാത്രക്കാരൻ കടന്നു വരികയാണ്. അദ്ദേഹം ആ യാത്രയിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്റുകളും തസ്ബീഹുകളുമായി ബഗ്ദാദിന്റെ തെരുവോരത്തിലൂടെ കടന്നു പോകുന്ന ആ പ്രിയപ്പെട്ട യാത്രികൻ അതാ ബഗ്ദാദിന്റെ തിരുമുറ്റത്ത് എത്തിയ സന്ദർഭത്തിൽ പള്ളിയിൽ നിന്നും ജമാഅത്ത് കഴിഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ കടന്നു വരികയാണ്. അവരോട് സലാം പറയുന്നു. സുബ്ഹാനല്ലാഹ്. ആ നിമിഷത്തിലാണ് ആ യാത്രികൻ ഒരു കാഴ്ച അവിടുന്ന് കാണാൻ ഇടയായത്. വല്ലാതെ മനസ്സ് വേദനിക്കുന്ന ഒരു കാഴ്ച ആ യാത്രികൻ കാണുകയാണ്. ബഗ്ദാദിന്റെ തെരുവോരത്തിൽ ഒരു മയ്യത്ത് അവിടുന്ന് ആരോരും നോക്കാനില്ലാതെ, ആരോരും കാണാനില്ലാതെ ബഗ്ദാദിന്റെ തെരുവോരത്ത് ഒരു മയ്യത്ത് കിടക്കുകയാണ്. പള്ളിയിൽ നിന്നും നിസ്കരിച്ചിട്ട് വീട്ടിലേക്ക് കടന്നു പോകുന്ന ആളുകൾ ആ മയ്യത്ത് കണ്ടിട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. മയ്യത്ത് കണ്ടിട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അവഗണിച്ചുകൊണ്ട് ഓരോ ആളുകളും തന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്ന പരിതാപകരമാകുന്ന സ്ഥിതി കണ്ടുകൊണ്ട് ആ യാത്രക്കാരൻ വല്ലാതെ വിഷമിച്ചുകൊണ്ട് പള്ളിയിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന ഒരാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കിടക്കുന്ന മയ്യത്തിനെ നിങ്ങൾ കണ്ടില്ലേ? അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാം ഒരാൾ ഈ ലോകത്തോട് വിട പറഞ്ഞാൽ അയാളെ മറമാടണമെന്നുള്ള ഏറ്റവും വലിയ പ്രഖ്യാപനം നടത്തിയതല്ലേ? പിന്നെന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ നിങ്ങൾ മറമാടാത്തതെന്ന് ചോദിക്കുമ്പോൾ പള്ളിയിൽ നിന്നും കടന്നു വന്ന ഒരാൾ പറയുകയാണ്, ഇവൻ വ്യഭിചാരിയാണ്, ഇവൻ കള്ളകുടിയനാണ്, ഇവൻ കാണിക്കാത്ത തെറ്റ് ഈ ലോകത്ത് ഇല്ല എന്ന്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പള്ളിയിൽ നിന്ന് നിസ്കരിച്ചുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ആളുകള് ആ മുസാഫിറിനോട് പറയുകയാണ്. ആ മുസാഫിർ വല്ലാത്ത വിഷമത്തോടുകൂടി ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ചോദിച്ചും പറഞ്ഞുമെല്ലാം ആ മയ്യത്തിന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. വീട്ടുമുറ്റത്തെത്തിയപ്പോൾ 2 പിഞ്ചുമക്കൾ അവിടുന്ന് ഓടിക്കളിക്കുന്നു. വാപ്പ മരിച്ച കാര്യം ആ പിഞ്ചുമക്കൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ അകത്തളങ്ങളിലുള്ളതായ പ്രിയപ്പെട്ട ഭാര്യയെ അവിടുന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സ്ത്രീ അവിടുന്ന് പറയുകയാണ്, എന്റെ ഭർത്താവിന്റെ മയ്യത്ത് എവിടെയാണുള്ളത്? ആ പെണ്ണിനോട് മുസാഫിർ പറയുകയാണ്, പള്ളിയുടെ തിരുമുറ്റത്ത് തന്നെയാണ് നിങ്ങളുടെ ഭർത്താവിന്റെ മയ്യത്തുള്ളതെന്ന് പറഞ്ഞപ്പോൾ മുസാഫിർ ആ പെണ്ണിനോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭർത്താവിന്റെ സ്വഭാവം എങ്ങനെയാ, നിങ്ങളുടെ ഭർത്താവിന്റെ ശൈലി എങ്ങനെയാണ് പെണ്ണെ എന്ന് ആ മുസാഫിർ അവിടുന്ന് ചോദിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ പെണ്ണവിടുന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന് പറഞ്ഞാൽ തെറ്റിനെ ലെവലേശം പോലും പ്രോത്സാഹിപ്പിക്കുന്ന ആളായിരുന്നില്ല. എവിടെ തെറ്റ് കണ്ടാലും അടിമുടി എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്ന നല്ല ഒരു സ്വഭാവത്തിന്റെ ഉടമയാണ് എന്റെ ഭർത്താവെന്ന് ആ പെണ്ണ് മുസാഫിറിനോട് പറയുകയാണ്. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, എല്ലാ ദിവസവും എന്റെ പ്രിയപ്പെട്ട പ്രിയതമൻ കള്ളുഷാപ്പിലേക്ക് കടന്നു പോകും. എന്നിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന മുഴുവൻ കള്ളും വില കൊടുത്ത് വാങ്ങിച്ചിട്ട് വീട്ടിന്റെ പിന്നാലെ കൊണ്ടുവന്ന് ഒഴുക്കിക്കളയും. ആളുകൾ കാണുമ്പോൾ ഇയാൾ കള്ളുഷാപ്പിലേക്ക് പോകുന്നു. പിന്നെ ആളുകൾ എന്ത് പറയാനാ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എന്നിട്ട് ആ ഭാര്യ പറയുന്നു, എന്റെ ഭർത്താവ് വ്യഭിചാരിയായ ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു പോകും. എന്നിട്ട് ആ പെണ്ണിനോട് ചോദിക്കുമോ, പെണ്ണെ, ഇന്ന് ഒരു ദിവസം നിനക്ക് കിട്ടുന്ന വിഹിതം എത്രയാണ് എന്ന് ചോദിച്ചിട്ട് ആ പെണ്ണിന് ഒരു ദിവസം കിട്ടുന്നതായ പൈസ മുഴുവനും ഒരു ദിവസം എന്റെ ഭർത്താവ് കൊടുക്കും. എന്നിട്ട് തിരിച്ചിറങ്ങി വരും. അത്രത്തോളം നല്ല ഒരു മനുഷ്യനാണ് എന്റെ പ്രിയപ്പെട്ട ഭർത്താവെന്ന് ആ പെണ്ണ് മുസാഫിറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയ ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഓടിച്ചെന്നുകൊണ്ട് ആ പള്ളിയുടെ മുറ്റത്ത് കിടക്കുന്നതായ ആ ചെറുപ്പക്കാരൻ്റെതായ ആ മയ്യത്തിനെ വാരിയെടുക്കുകയാണ്. എന്നിട്ടതാ പള്ളിയിലുള്ള കൂടിയ ആളുകളോടെല്ലാം നിജസ്ഥിതി അവിടുന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ബഗ്ദാദിൽ ഇത്രത്തോളം നല്ല ഒരു മയ്യത്ത് നിസ്കാരം മുമ്പ് നടന്നിട്ടില്ല. ആയിരക്കണക്കാണ് വരുന്ന ജനങ്ങളാണ് ആ പ്രിയപ്പെട്ട സഹോദരന്റെ മയ്യത്തിന്റെ പരിപാലനത്തിനും മയ്യത്ത് നിസ്കാരത്തിനും വേണ്ടി സംഗമിച്ചത് എന്ന് ഫതഹുൽ മുബററാത്ത് എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.
മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുഴുവനും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരാളെയും നമ്മൾ മുൻവിധി കൊണ്ട് അയാളുമായി ബന്ധപ്പെടാൻ പാടില്ല. അവൻ അങ്ങനെ ചെയ്യുന്ന ആളല്ലേ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞതാ, ഇവൻ ഇങ്ങനെ ചെയ്യുന്ന ആളല്ലേ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുൻവിധി കൊണ്ട് ഒരാളെയും നമ്മൾ അളക്കാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാം